ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. നിങ്ങൾക്ക് എന്താ ഇത്ര എറി? ഇന്ന് നോക്കൂ. തന്നെയല്ലേ എറിഞ്ഞത്? ആ കൊരങ്ങനെയാ വൃത്തിയേട് കാണിച്ചാൽ ഇനി എറി. ഇവിടെ ആര് വൃത്തിയേട് കാണിച്ചെന്നാ? നീ വല്ലതും കാണിച്ചാടേ. ഞാൻ ഇവിടെ നിന്ന് കുളിച്ച്. ഇനി അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ കുളിക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും. അയ്യ, അവന്റെ ഒരു കുളി കിണറ്റിൻ ചോട്ടിൽ അല്ലെങ്കിൽ അവന് മേലെ നനയില്ല. അടുത്ത വീട്ടിൽ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടെന്നൊരു വിചാരം വേണം. അയ്യേ, പ്രായമായ പെമ്പിള്ളരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ അമ്മായി? അത് തെറ്റാണ്. എന്താടാ കളിയാക്കുന്നോ? നീ ആരാടാ കൈയും കലാശവും കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കും. അതെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ കുളിക്കും. കാണോ? ചോണയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കാണിച്ചു തരാടാ. ഈ സുഭദ്രാമ ആരാന്ന് കാണിച്ചു തരാം. അല്ല, നീ നേക്കറ്റായിട്ട് കുളിക്കുന്ന പറഞ്ഞ സീറ്റ് തെറ്റാണ്. ഇപ്പൊ തന്നെ നമ്മൾ കുളിക്കോ? അപ്പൊ വെറുതെ പറഞ്ഞതാ. അങ്ങനെ എങ്ങോട്ടാ? മാനം മര്യാദയ്ക്ക് നിങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിനിപ്പോ ഇവിടെ എന്തുണ്ടേ? ഓഹോ, അപ്പൊ അവന്മാര് പറഞ്ഞ താരോപദേശ കഥകളൊന്നും എന്റെ മക്കള് കേട്ടില്ലേ? അതെങ്ങനെയാ? വീട്ടിൽ 2 പെൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ മെക്കിട്ട് കയറാൻ നടക്കല്ലേ അമ്മ? എന്നാ ചെല്ലടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെങ്കിലും അവർക്ക് ഇത്തിരി കൂടുതലാ. ഓ, മന്ദൻ രാജാവിന് കോന്തൻ മന്ത്രി. എന്തെങ്കിലും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവന്മാര് രണ്ടിനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അവനെ കൊണ്ടേ ഞാൻ വരും. ആര്? കുമാരനെ. കുമാരനോ? ഏത് കുമാരൻ? വിക്രമേട്ടന്റെ മകൻ കുമാരൻ. കൂട്ടിയിട്ടകത്തിരിക്കുക. എന്താടാ ഇവൻ കള്ളം തന്നെ. എനിക്കത് തോന്നി. ആ മുഖം കണ്ടത് ഇവൻ ജനിച്ചതേ കള്ളനായിട്ടാ. പക്ഷെ വരുത്തനാ. ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അതെന്തുകൊണ്ടാണ് അവന്റെ പുറത്ത് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? മോഷണത്തിനുള്ള ആയുധങ്ങൾ വല്ലതുമായിരിക്കും. ഇപ്പൊ താഴ് തുറക്കാനും പൂട്ട് പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. കള്ളതാണെന്ന് തോന്നുന്നു. നീ കവലെ പോയി 3-4 പേരെ വിളിച്ചിട്ടുണ്ട്. ഭയങ്കര കള്ളനാ. ഭർത്താപ്പകരം മോഷണം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ.
വീരപ്പന്റെ ബ്രദർ. വീരപ്പനല്ല വാഴപ്പ കണ്ടില്ലേ? നിക്ക് നിക്ക്, ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അവന്റെയൊക്കെ ഒരു കുളിയും തേവാരും. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. പതുക്കെ വലിയ എടോ പ്രസിഡന്റെ, ഒന്നവിടെ നിന്നേ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. കുമാരനാരാണോ താൻ അറിയും? ഈ ഗേറ്റ് അല്ലേ, അത് ഞാൻ ശരിയാക്കി തരാം. സില്ലി ബോയ്. കഴിക്കു മോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാറിന്റെ സ്റ്റാർമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ? എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ, ശവങ്ങള്. ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ശരി വന്നിട്ട് ഈ നാട്ടിലുള്ള വേന്ദ്രന്മാര് മുഴുവൻ വന്നല്ലോ. ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും. അയ്യേ, എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ, ഒരു കാറ്റ് വന്നാ മതി. ഒരു ലൈൻമാൻ വിളിച്ച് നന്നാക്കിച്ചുകൂടെ? അതിന് ഇങ്ങോട്ട് വിളിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലേ. ഈ കുമാരൻ വിളിച്ചാൽ വരും, ഏത് ലൈൻമാനും വരും. അയ്യേ അയ്യേ, മാനൊന്നും വിളിച്ചില്ല മയ്യ. കുളി ഇവിടെന്ന് മാറ്റുന്നതാണ് ബുദ്ധി. എന്ത് പറ്റിയടാ? നിനക്ക് കൂലി പിടിച്ച? നീ കുളിക്കുന്നില്ലേ? അല്ല, നല്ലൊരു ബാത്റൂം ഇവിടെ ഒഴിഞ്ഞിടക്കില്ലേ, ആവശ്യമായിട്ട് കുളിക്കല്ലോ. ഈ ഓപ്പൺ എയറിലെ കുളി ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഓ, അത് ശരി. പോര്. എന്താ പേടിയാണല്ലേ? പേടിയാ? ആരെ? അതൊന്നുമല്ല. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇത്തിരി ഡീസന്റ് ആവാന്ന് തീരുമാനിച്ചു. അത് നല്ല കാര്യം. പിന്നെ നീ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തിന്? ആ സുഭദ്രാമ്മ വരുമ്പോ ഹീറോ ആവാന്ന് കരുതി നീ ഇന്നലെ അവിടെ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതാവാ അത്ര പെട്ടെന്ന് മറന്നു വരില്ല. ഒന്ന് പോടാ. ആ നീർക്കോലി വലിക്കുന്ന അവൻ എന്നെ അടുത്തങ്ങ് വിഴുങ്ങിക്കളയൂ. നില്ല്. നീ ആളുകൾ അങ്ങനെ വിലയിരുത്തല്ലേ. ഈ ബ്രൂസിൽ എത്ര ഉണ്ടായിരുന്നു? ഇത്രയും. എന്നിട്ടാണ് നാട്ടുകാരെ കണ്ടപ്പം ബ്രൂസിൽ കിടന്ന് ഓടിയത്. അത് ചിലപ്പോ ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും. പ്രമേന്ദ്ര, നീ പോയി കുളി, നീരിറങ്ങി. ഞാൻ കുളിച്ചോളാം, പക്ഷെ അവൻ നിന്നെ കുളിപ്പിച്ചെടുത്താ സൂക്ഷിച്ചോ.